അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഭൗതിക നേട്ടങ്ങളിൽ, ഈ ദുനിയാവിലെ സുഖങ്ങളിൽ വഞ്ചിതനായി അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ മറക്കുകയും ഒടുവിൽ അപ്രതീക്ഷിതമായി ദൈവം അവന് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ മനുഷ്യൻ നിസ്സഹായനാവുന്നതുമായ അവസ്ഥയെയാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ ഒരു ഉദാഹരണത്തിലൂടെ വിവരിച്ചത്. ഇനി സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന ഭൗതിക ജീവിതം നശ്വരമാണ് എന്ന യാഥാർത്ഥ്യം വിവരിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ് തുടർന്ന് പറയുന്നത്. അത് പഠിക്കുന്നതിന് മുമ്പ് ഈ സന്ദർഭത്തിൽ ഖുർആനിലെ ഉപമകൾ എന്ന വിഷയത്തിൽ പൊതുവായ ചില കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുന്ന ഒരു അനുബന്ധ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. സത്യം വ്യക്തമാക്കുന്ന ആശയങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കി മനുഷ്യഹൃദയങ്ങളിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഉപമകളിലൂടെ കാര്യങ്ങൾ പറയുന്നത്. ആകർഷകമായ ശൈലിയിൽ ആഴമുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യർക്ക് സുപരിചിതമായ കാര്യങ്ങളെ ഉദാഹരണങ്ങളായി അവതരിപ്പിക്കുകയാണ് ഖുർആനിലെ ഉപമകൾ. വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ആ ഉപമകളെ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുകയാണ്, മനുഷ്യർ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി എന്ന് അള്ളാഹു ഖുർആനിൽ ഉപമകൾ എന്തിനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഖുർആനിൽ പല വിധത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നേർക്ക് നേരെ ഉദാഹരണമായി എന്ന് പറഞ്ഞുകൊണ്ട് മസൽ, ഉദാഹരണം എന്ന പദം തന്നെ പ്രയോഗിച്ചുകൊണ്ട് പറയുന്ന ഉദാഹരണങ്ങൾ. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ, സത്യനിഷേധികളുടെ അല്ലെങ്കിൽ മുനാഫിക്കുകളുടെ ഉദാഹരണം. വദരിബ് ലഹും മസലൻ, അവർക്ക് ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഖുർആനിൽ 40-ലധികം വന്നിട്ടുണ്ട്. എന്നാൽ ഉദാഹരണത്തിൻ്റെ മറ്റൊരു വിഭാഗം മസല് എന്ന പദം, ഉദാഹരണം എന്ന പദം നേരിട്ട് പ്രയോഗിക്കാതെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ഉപമയോ താരതമ്യമോ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ ഖുർആനിൽ ധാരാളമുണ്ട്. ഉദാഹരണം എന്ന് പറയുന്നില്ലെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി ഉയർന്ന സാഹിത്യ ഭാഷയിലാണ് ഇത്തരം ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നക്കിദ. നല്ല നാട് അതിലെ സസ്യങ്ങളെ അതിൻ്റെ റബ്ബിൻ്റെ അനുമതിയോടുകൂടി ധാരാളമായി പുറത്തു കൊണ്ടുവരുന്നു, എന്നാൽ ചീത്തതാകട്ടെ മോശപ്പെട്ടവ മാത്രമേ പുറത്തു കൊണ്ടുവരുന്നുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഉപദേശം സ്വീകരിക്കുന്ന വിശ്വാസികളുടെയും ഉപദേശം ഉപകാരപ്പെടാത്ത നിഷേധികളുടെയും ഉദാഹരണമായി കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിൽ സുപരിചിതമായിട്ടുള്ള ചൊല്ലുകൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങൾ ഖുർആനിൽ ധാരാളമായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചുവരുകൾക്ക് കാതുകളുണ്ട് എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതാണ് വഫീക്കും സമ്മാഊന ലഹും, നിങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടി കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകൾക്ക് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി കാതോർക്കുന്നവരുണ്ട് എന്ന് പറയുന്നത്. മൂന്നാമതൊരു വിഭാഗം സംഭവിച്ചതോ അല്ലെങ്കിൽ സംഭവിക്കാവുന്നതോ ആയ കാര്യങ്ങളെ ഉപമാപരമായ ഒരു കഥയായി അവതരിപ്പിക്കുക എന്നതാണ്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞ തോട്ടക്കാരൻ്റെ സംഭവം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ഉപമകൾ ആശയങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സാധാരണ ഒരു ആശയം നേർക്കുനേരെ പറയുന്നതിന് പകരം ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും ഓർമ്മയിൽ നിൽക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഒമാ യഅഖിലുഹ ഇല്ലൽ ആലിമൂൻ എന്ന് ഉപമകളെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനിലെ താരതമ്യങ്ങളും ഉദാഹരണങ്ങളും നല്ല ജ്ഞാനമുള്ളവർക്കാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മനുഷ്യനെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ വാചകത്തിലൂടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.